യുഎസിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളോടും അതുപോലെ പ്രൊഫഷണലുകളോടും മടങ്ങിയെത്താൻ നിർദ്ദേശിച്ച് യുഎസ് സർവകലാശാലകൾ. യാത്രാ നിരോധനം, കൂട്ട നാടുകടത്തൽ തുടങ്ങിയ വിവിധ ആശങ്കകൾക്ക് ഇടയിലാണ് ഈ നിർദ്ദേശം. ജനുവരിയിൽ 47ാമത് യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്നതിനോട് മുന്നോടിയായി വിദേശ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി യുഎസിലെ യൂണിവേഴ്സിറ്റികൾ. ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് 2ാം തവണ മടങ്ങിയെത്തുന്നതിന് മുമ്പായി ക്യാമ്പസുകളിലേക്ക് എത്താനാണ് നിർദ്ദേശം. വിദേശ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് മെയിലുകൾ സർവകലാശാലകൾ ഇതിനോടകം അയച്ചു കഴിഞ്ഞു. ഒപ്പം യാത്രാ നിർദ്ദേശങ്ങളും സർവകലാശാലകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അധികാരത്തിൽ മടങ്ങിയെത്തിയ ശേഷം ട്രംപ് കൂട്ട നാടുകടത്തലിന് പദ്ധതിയിടുന്നുണ്ടെന്ന ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. ട്രംപിന്റെ നടപടി ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളെ ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്. ജനുവരി 20-ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്ന നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റവും സാമ്പത്തിക നയങ്ങളും ലക്ഷ്യമിട്ട് അധികാരത്തെത്തുന്ന ആദ്യ ദിവസം തന്നെ പല നടപടികളും സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2017-ലെ അദ്ദേഹത്തിന്റെ ആദ്യ ടേമിൽ 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് പെട്ടെന്നുള്ള ഒരു യാത്രാ നിരോധനം നേരിടേണ്ടി വന്നതിന് സമാനമായ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ തുടർന്ന് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ആംഹേഴ്സ്റ്റിലെ യൂണിവേഴ്സിറ്റി ഓഫ് മസാച്യുസെറ്റ്സ് അതിന്റെ അന്തർദേശീയ വിദ്യാർത്ഥികളോടും സ്റ്റാഫുകളോടും ജനുവരി 20-ന് മുമ്പ് മടങ്ങി വരുന്നത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശദമായ ഉപദേശം നൽകിയിട്ടുണ്ട്. മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റി തങ്ങളുടെ കീഴിലുള്ള വിദേശ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നവംബറിൽ യാത്ര സംബന്ധിച്ച നിർദ്ദേശവും നൽകിയിരുന്നു. അടുത്ത വർഷം ജനുവരിയിൽ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പായി ശൈത്യകാല അവധിക്ക് ശേഷം ക്യാമ്പസുകളിലേക്ക് മടങ്ങുന്നത് പ്രാധാന്യത്തോടെ പരിഗണിക്കണം എന്നാണ് ഇവരോടൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി യുഎസിൽ 4 ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ അനധികൃതമായി ചേർന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ വിദേശത്ത് നിന്നെത്തിയ എല്ലാ വിദ്യാർത്ഥികളും ആശങ്കയിലാണ് ഉള്ളതെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോയിലെ ഒരു പ്രൊഫസറെ ഉദ്ധരിച്ച് BBC നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2016-ൽ യുഎസ് പ്രസിഡന്റായി അധികാരത്തിലേറിയതിനു ശേഷം ട്രംപ് ഭരണകൂടം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഈ മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അന്താരാഷ്ട്ര വകുപ്പ് ഈ ഉപദേശം വളരെയധികം ജാഗ്രതയോടെയാണ് കൈമാറുന്നത്. ഇമെയിലിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു: എന്തായാലും സർവകലാശാലകൾ അവരുടെ അന്തർദേശീയ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ സജീവമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും വെസ്ലിയൻ യൂണിവേഴ്സിറ്റിയും വിദേശ വിദ്യാർത്ഥികൾക്ക് യാത്രാ മുന്നറിയിപ്പും മറ്റും നൽകിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസത്തിന് മുമ്പ് യുഎസിലേക്ക് മടങ്ങാൻ സർവകലാശാല നിർദ്ദേശിക്കുന്നു. യേൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആൻഡ് സ്കോളേഴ്സ് ഓഫീസിൽ ഈ മാസം ഒരു വെബിനാർ സംഘടിപ്പിച്ചിരുന്നു. കുടിയേറ്റ നയങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് ഈ ഒരു വെബിനാർ സംഘടിപ്പിച്ചത്. ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയേക്കാവുന്ന വിനാശകരമായ നയങ്ങളെ നേരിടാൻ മറ്റ് സ്ഥാപനങ്ങളും തയ്യാറെടുക്കുകയാണ്. 2017-ൽ വൈറ്റ് ഹൌസിൽ വെച്ചൊരു ഔദ്യോഗിക ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള നിരവധി പൗരന്മാരെയും ഉത്തര കൊറിയ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയും യുഎസ് സന്ദർശിക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടാണ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. ആദ്യം പ്രസിഡന്റ് ആയിരിക്കെ സ്റ്റുഡന്റ് വിസയിൽ ചില പരിമിതികളും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. കുടിയേറ്റക്കാരെ നാട് കടത്താൻ സഹായിക്കുന്നതിന് ട്രംപ് യുഎസ് ഭരണകൂടത്തിൽ ചില ഏജൻസികളെ നിയോഗിച്ചേക്കുമെന്നാണ് കരുതുന്നത്. കൂട്ട നാടുകടത്തലിനെ കുറിച്ചുള്ള തന്റെ പ്രചാരണ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരും യുഎസ് സൈന്യം മുതൽ വിദേശത്തുള്ള നയതന്ത്രജ്ഞർ വരെ എല്ലാവരോടും ആവശ്യപ്പെടുമെന്നാണ് കരുതുന്നത്. ഇതിനായി റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളുടെയും സഹകരണം തേടും. അതേസമയം ട്രംപിന്റെ നാടുകടത്തൽ ശ്രമം ചിലവേറിയതും ഭിന്നിപ്പിക്കുന്നതും മനുഷ്യത്വരഹിതവുമാണെന്നും അത് കുടുംബാംഗങ്ങളെ തമ്മിൽ വേർപിരിയാൻ ഇടയാക്കുന്നതാണെന്നും സമൂഹത്തിന് വിനാശകരമാണെന്നും കുടിയേറ്റത്തിനായി വാദിക്കുന്നവരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അക്രമാസക്തരായ കുറ്റവാളികൾക്കെതിരെയും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെയുമാണ് നാടുകടത്താൻ മുൻഗണന നൽകുന്നതെന്ന് ട്രംപിന്റെ ഇൻകമിംഗ് ബോർഡർ സ്റ്റാർ ഡോം ഹോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആശങ്കകൾക്ക് അയവുണ്ടായിട്ടില്ല.